സമയത്ത് മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു വിഭവമാണ് ജീരകക്കഞ്ഞി. ആരോഗ്യപ്രദവും വളരെ രുചികരവുമായിട്ടുള്ള ഈ വിഭവം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജീരകക്കഞ്ഞി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: പൊടിയരി, ഒരു അരമുറി തേങ്ങ, നല്ല ജീരകം, ചുവന്നുള്ളി, വെള്ളം, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഉലുവ. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അരി നന്നായി കഴുകി കുക്കറിലിടുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. അപ്പോൾ ഒരു ബൗൾ അരിക്ക് 5 ബൗള് വെള്ളം ഒഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി, ഉലുവ വെള്ളം ഇട്ട് കൊടുത്തിട്ട് നന്നായി വേവിക്കാം. പൊടിയരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള പാലെടുക്കാം. ഒരു അരമുറി തേങ്ങ, കുറച്ച് ചുവന്നുള്ളി, നല്ല ജീരകം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയിൽ പാലെടുക്കുക. ഇപ്പൊ നമ്മളുടെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇത് നന്നായി തിളച്ച് വരുമ്പോൾ ഓഫ് ചെയ്യാം. ഇപ്പൊ ഇവിടെ കഞ്ഞി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. ഇത് നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഇപ്പൊ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉള്ളി തൂമിച്ചിടേണ്ടവർക്ക് ഇട്ടാൽ മതി, നിർബന്ധമില്ല. നമുക്ക് ഈ കഞ്ഞി പൊടിയരി വെച്ചിട്ടും പച്ചരി വെച്ചിട്ടും സാധാ അരി വെച്ചിട്ടൊക്കെ നമുക്ക് ഈ ജീരക കഞ്ഞി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അത് നമ്മളുടെ കഞ്ഞിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പൊ നമ്മളുടെ ജീരക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ കഞ്ഞി ഡയറക്റ്റും കുടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ മാങ്ങ അച്ചാറോ അല്ലെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടതോ എന്താണ് നമുക്ക് കഞ്ഞിക്ക് കൂട്ടാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് കൂട്ടി കഞ്ഞി കുടിക്കാവുന്നതാണ്.